എല്ലാവർക്കും പ്രിയസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒന്ന് നിൽക്കുന്നത് ഹൈലൈറ്റ് മാളിലാണ്. തൃശ്ശൂർ കുട്ടനല്ലൂർ ബൈപ്പാസ് റോഡാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഈ ഹൈലൈറ്റ് മാൾ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഈ ഹൈലൈറ്റ് മാൾ ഓപ്പൺ ആയത് ഈ മാസം, അതായത് 2024 ഡിസംബർ 18-ാം തീയതിയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അധികമായിട്ടില്ല. നമുക്കിവിടെ കയറിയിട്ട് എത്രത്തോളം ഷോപ്സ് എല്ലാം തുറന്നിട്ടുണ്ട്, ഓപ്പൺ ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഫുഡ് കോർട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നമുക്ക് എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഈ കാണുന്ന ഇതിൻ്റെ നേരെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹഗ് ആൻഡ് മഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്. അത് കേക്കിൻ്റെ ഒക്കെ ഒരു ഔട്ട്ലെറ്റാണ് കേട്ടോ. അത് നമുക്ക് ഉള്ളിൽ നിന്നാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ വരുന്നത്. ഉള്ളിൽ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാനത് നോട്ട് ചെയ്ത് വെച്ചത് എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവിടെ നിന്നൊരു ഡിസ്കൗണ്ട് കൂപ്പണൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം എന്താണെന്നൊക്കെ. അപ്പോൾ എൻട്രൻസിൽ നിന്ന് നമ്മളങ്ങനെ കയറി വരുമ്പോൾ മോളിൽ ഇത് ഇങ്ങനെയാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡാണ് ഹഗ് ആൻഡ് മഗ് ഉള്ളത്. ഇങ്ങനെ നല്ല വലിയ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെന്ന സമയം രാവിലെ ആയിരുന്നു കേട്ടോ. ഒരു 10-10:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ വലിയ റഷ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷേ ഒരു 12 മണിയോട് കൂടിയിട്ടൊക്കെ ഭയങ്കര റഷായിരുന്നു. എനിക്ക് തോന്നുന്നു തൃശ്ശൂരുള്ളവരെല്ലാവരും ഈ വെക്കേഷൻ ടൈമിൽ വിസിറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയും ആൾക്കാർ നല്ലോണം റഷ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ പുതിയതായിട്ടുള്ള ഏറ്റവും വലിയൊരു മാളാണല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മോളാകെ കൂടിയിട്ട് 4 നിലയാണ് ഉള്ളത്. ഇതിൻ്റെ ഈ അടിയിലായിട്ടാണ് ലുലുവിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഒരു ലുലുവിൻ്റെ ഡെയിലി ഫ്രഷ് മാർക്കറ്റ് ആൻഡ് ഗ്രോസറി ആണ് ഉള്ളത്. അവിടേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ആദ്യം ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയിട്ട് മുകളിൽ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, ഫുഡ് കോർട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിയിലേക്കൊക്കെ പോയി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഷോപ്സ് തുറക്കാനുണ്ട്. ആകെ ഒരു 1/4 ഭാഗമൊക്കെ ഇതിൻ്റെ ശതമാനം തുറന്നിട്ടുള്ളൂ കേട്ടോ, ഷോപ്സ് ഓപ്പൺ ആയിട്ടുള്ളത്. അതും കൂടുതലും തുണിക്കടകളാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ജെൻസിൻ്റെയാണ് കൂടുതലും ഓപ്പൺ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. തുണികളുടെ ഷോറൂമുകളുണ്ട്. പിന്നെ ക്രിസ്മസ് പ്രമാണിച്ചൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്താ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടെ സ്റ്റേജും പിന്നെ സ്പീക്കറൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതായത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ തൃശ്ശൂർ തന്നെ വെച്ച് ഏറ്റവും വലിയ മാളാണ് ഈ ഹൈലൈറ്റ് മാള്. അപ്പോൾ അങ്ങനെ കുറച്ച് ഷോപ്സൊക്കെ ഞങ്ങൾ നോക്കി. ഇപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി ചൂടുന്നതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. കാരണം ഒക്കെ തുണിക്കടകൾ തന്നെയാണല്ലോ. വേറെ ഒന്നും പ്രത്യേകിച്ച് വേറെ ഒക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. എന്നാലും നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരയ്ക്കുള്ളത് കാണാനുള്ളതുണ്ട്. പ്രത്യേകിച്ച് അടിയിൽ ആ ലുലുവിൻ്റെ ആ ഒരു മാർക്കറ്റിൽ, ഗ്രോസറി മാർക്കറ്റിൽ തന്നെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സമയം പോവും. അപ്പോൾ അതിൻ്റെ പിന്നെ മാക്സ് തുറന്നിട്ടുണ്ട് കേട്ടോ. മാക്സിൻ്റെ ഷോറൂം തുറന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളൊന്ന് കയറി നോക്കി. അപ്പോൾ കുറേ നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഓഫറൊക്കെ ആയിട്ടുണ്ട്. നല്ല മാക്സിലത്തെ തുണികൾ പിന്നെ അറിയാമല്ലോ, നല്ല മെറ്റീരിയൽ, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളായിരുന്നു. പിന്നെ കുറേ കുട്ടികളുടെ ഉണ്ട് മുകളിലാണ്. കുട്ടികളുടെ അടിയിലായിട്ടാണ് വലിയവരുടെയൊക്കെ ഷോറൂമുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അടിയിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ ഞങ്ങളിത് ഏറ്റവും ടോപ്പിലാണ് ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ശരിക്കും നല്ല ഫുൾ ഒരു ഫ്ലോറ് ഫുൾ ഫുഡ് കോർട്ടാണ്. നല്ല സ്പേസ് ഉണ്ട്, നല്ലോണം ഇരിക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 11 മണി ആ സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അധികം ആരും എത്തി തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഷോപ്സ് നോക്കുമ്പോൾ കുറേ ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്നു. എന്നാലും നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡിൻ്റെ ഷോപ്സൊക്കെ തുറന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. കാരണം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണ നേരത്ത് ഷോപ്സ് ഒന്നും ഓപ്പൺ അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാദ്യം ഒന്ന് സ്ഥിരീകരിച്ചിട്ട് പിന്നെ ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ തന്നെ ഈ നിലയിൽ തന്നെ ഫുഡ് കോർട്ടിൻ്റെ ആ നിലയിൽ ഇതിൻ്റെ ഒരു രൂപരേഖ ഉണ്ട് കേട്ടോ. ഹൈലൈറ്റ് മാളിൻ്റെ ഒരു രൂപരേഖ അവരിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയർ കട്ട് നമുക്ക് കിട്ടും ഇതിനെ പറ്റിയിട്ട്. അതിൻ്റെ സറൗണ്ടിങ്സും അതിൻ്റെ ചുറ്റുമുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു ഏകദേശ രൂപം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ കാണിക്കുന്നതിൽ ബിൽഡിങ്ങിലെ ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ട് കളിക്കാനുള്ള ഏരിയ ഒക്കെ ടർഫ് പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഗെയിം സോണൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കുട്ടികളുടെ. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. തിയേറ്ററൊക്കെ വരുന്നുണ്ട് എന്ന് അങ്ങനെ കേട്ടു, അറിയില്ല. അതൊക്കെ പണികളെല്ലാം കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പം ഈ ഷോപ്സൊക്കെ നമുക്ക് കഴിക്കാനുള്ള നോക്കി. ഫുഡിൻ്റെ നോക്കുമ്പോൾ ബർഗർ കിങ് ഒക്കെ ബർഗറിൻ്റെ ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ബിരിയാണിയുടെയൊക്കെ ഉണ്ട്. അത് പക്ഷേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പ്, ഫലൂഡയുടെ ഒക്കെ ആയിട്ടുള്ളൊരു
ഷോപ്പ് ഒരൊറ്റ ഔട്ട്ലെറ്റാണ് തുറന്നിട്ടുള്ളത്. അപ്പോൾ അത് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊരു ആശ്വാസമായി. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ പിസ്സ ഹട്ട് ഉണ്ടായിരുന്നു ഒരെണ്ണം, ഡോമിനോസ് പിസ്സ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ഒരു ചൈനീസ് ഷോപ്പ് ഉണ്ടായിരുന്നു. ചൈനീസിൻ്റെ ഫുഡ് ഔട്ട്ലെറ്റാണ്. അപ്പോൾ ചൈനീസ് ഫുഡൊക്കെ ഇതിൽ കണ്ടു. അപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് സമാധാനമായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം കഴിക്കാം എന്നുള്ളൊരു ഇതായി. അപ്പോൾ പിന്നെ ഇനി കറങ്ങാം എന്നങ്ങനെ വിചാരിച്ചു. എന്നാലും ചുറ്റും നോക്കുമ്പോൾ കുറച്ചും കൂടി നടന്നപ്പോൾ അവിടെ സബ്വേ ഒക്കെ കണ്ടു. സബ്വേയുടെ ഷോപ്പ് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ പിസ്സയുടെ കണ്ടു, ബർഗറിൻ്റെ കണ്ടു, പിസ്സ ഹട്ട് കണ്ടു, പിന്നെ ഡോമിനോസിൻ്റെ ഉണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പിന്നെ നോക്കുമ്പോൾ KFCയും ചിക്കിങ്ങും അത് രണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫുൾ ആശ്വാസമായി. ഇനിയിപ്പോൾ പതുക്കെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഈ KFCയുടെ തൊട്ട് തന്നെ പുറത്തേക്ക് നമുക്കൊരു ബാൽക്കണി പോലെ, അവിടെ കുറച്ചൊരു 3-4 ഫാമിലിക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. കണ്ട ചെയറൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നല്ല വെയിലായിരുന്നു. എന്നാലും നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയൊക്കെ ഒന്ന് നോക്കിയിട്ട്, അപ്പോൾ ജസ്റ്റ് നല്ല രസമുണ്ട്. അവിടെ ഇരുന്നിട്ടൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഈ ഒരു ഫുഡ് കോർട്ടിന് പുറമെ അടിയിലത്തെ ലുലു മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെസ്റ്റോളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ കറി അവൈലബിൾ ആയിരുന്നു. കറികളെല്ലാം വെജ്, നോൺ വെജ്, ചിക്കൻ വെറൈറ്റി, ചിക്കൻ ടിക്ക, ഇതൊക്കെ ആയിട്ട് അങ്ങനെ റൈസും ഒക്കെ ആയിട്ട് അതും അവിടെയും അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് എന്തെങ്കിലും പേസ്ട്രി ഐറ്റംസ് നമ്മുടെ ഹഗ് ആൻഡ് മഗ്ഗിൽ നിന്ന് പോയിട്ട് കഴിച്ചിട്ട് വരാമെന്ന്. ഇത് മസാജ് ചെയ്യണ സ്ഥലമാണ് കേട്ടോ. ഈ കസേരയിൽ ഇരുന്നിട്ട് കുറേ പേര് മസാജ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ ഹഗ് ആൻഡ് മഗ്ഗിലെത്തി. നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ്. ഇതിൽ കയറിയിട്ട് വല്ലതും തൽക്കാലത്തേക്ക് കുറച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോൾ ലുലുവിലേക്കൊക്കെ ഒന്ന് കയറി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ചിക്കൻ വെറൈറ്റീസൊക്കെ ഉണ്ട്, എരിവുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ 12 മണിയാകുമ്പോഴാണ് ഓപ്പൺ ആവുള്ളൂ, നമുക്ക് ഫുഡൊക്കെ കിട്ടുള്ളൂ. അതുവരെ നമുക്ക് കഴിക്കാൻ ഇവിടെ ഇങ്ങനത്തെ പേസ്ട്രീസൊക്കെ ഉണ്ട്. ഡോണറ്റ്സ്, ചോക്ലേറ്റ് നിറച്ചിട്ടുള്ള ഡോണറ്റ്സ്, പിന്നെ ചീസ് കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അട്രാക്റ്റീവ്. ബ്ലൂബെറിയുടെ ചീസ് കേക്ക്, പിന്നെ ഒരു ലോട്ടസ് ചീസ് കേക്ക് എന്ന് പറഞ്ഞിട്ട്, പിന്നെ പ്ലെയിൻ ചീസ് കേക്ക്, പിന്നെ ക്രോയിസൻറ്റ്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോട്ട് ചോക്ലേറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെ അപ്പോൾ നമുക്ക് മേടിക്കായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ് കേട്ടോ ഒരു ബുക്ക് സ്റ്റോളും കണ്ടു. അവിടെ നിന്ന് ബുക്ക് മേടിക്കാം. പിന്നെ വായിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ കഴിക്കണമൊക്കെ ഉണ്ട് അവിടെ ഭക്ഷണം. പിന്നെ ഇതേ കുറച്ച് കപ്സൊക്കെ മഗ്ഗുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. കേക്ക്സൊക്കെ വെച്ചിട്ടുണ്ട്, അവരുടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇവരുടെ സ്പെഷ്യലായിട്ടുള്ളതൊക്കെ നമുക്ക് മേടിക്കാം. അപ്പോൾ ഞങ്ങളവിടെ ഓർഡർ ചെയ്തു കേട്ടോ. നമ്മൾ ചീസ് കേക്ക് ഓർഡർ ചെയ്തു, പിന്നെ ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, ചീസല്ലേ. അപ്പോൾ ചീസിൻ്റെ കാരണം ഒരു പീസ് കേക്കിന് 200 രൂപയാണ് വില വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ, പുറത്തേക്ക് നല്ല വ്യൂ ആയിരുന്നു. അവിടെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ കാണിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് ഈ ഒരു ഹഗ് ആൻഡ് മഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് പുറത്തേക്കൊക്കെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു, കണ്ടിട്ടൊക്കെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു രസമുള്ള സ്ഥലമായിരുന്നു. അപ്പം മക്കളവിടെ ബുക്കൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അവിടുത്തെ ചീസ് കേക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളപ്പോൾ ബ്ലൂബെറിയുടെ ഒരു മഫിൻ ഓർഡർ ചെയ്തു, പിന്നെ ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചു, ഒരു പീസ് ചീസ് കേക്ക് മേടിച്ച് നോക്കിയപ്പോൾ. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ഒരു ലെയർ ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറാണ് കേട്ടോ, മുകളിലും പിന്നെ അടുക്കിൽ ചീസിൻ്റെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു പീസ് മേടിച്ചപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ അത് കാരണം പിന്നത്തെ ഞങ്ങൾ ബ്ലൂബെറിയുടെ തന്നെ ചീസ് കേക്ക് പറഞ്ഞ കൂടി ഒരു പീസ് കൂടി മേടിച്ച്, അങ്ങനെ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ബ്ലൂബെറിയുടെ മഫിൻസ്, അതും എല്ലാം നല്ല ടേസ്റ്റ്, നല്ല ഫ്രഷായിട്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര രൂപയ്ക്കാണോ ഇപ്പോൾ കഴിച്ചത് അതിൻ്റെ പകുതി എമൗണ്ട് ഫ്രീ ആയിട്ട് ഇനി നെക്സ്റ്റ് വരുമ്പോൾ, അതെപ്പോഴായാലും അതിന് ഡേറ്റ് വാലിഡിറ്റി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു 50% നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരും. അതൊരു നല്ലൊരു അടിപൊളി ഓഫറായിട്ട് തോന്നി. അപ്പോൾ ആ കാർഡൊക്കെ മേടിച്ച് വെച്ചു, ബില്ലും അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ലുലുവിൻ്റെ കേട്ടോ, ലുലുവിൻ്റെ ഡെയിലി ഫ്രഷ് മാർക്കറ്റാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ മൊബൈൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല എന്ന് അവർ പറഞ്ഞു. മൊബൈൽ കയറ്റില്ല മീൻസ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ അവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അലൗഡല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല എല്ലാം ഉണ്ട് കാണാൻ പറ്റിയ, നമ്മൾ നെസ്റ്റോളൊക്കെ പോയ പോലെ തന്നെ നല്ല
ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോൾ ഇലയിട്ട ചോറൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ. പുതിയ വേറെ ഔട്ട്ലെറ്റൊക്കെ റെഡിയായി ഓപ്പണായി. ഭയങ്കര റഷായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിസ്സ, അങ്ങനെ ഗാർലിക് ബ്രെഡ്, KFC ഒക്കെ മേടിച്ച് അങ്ങനെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഭയങ്കര റഷായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു. ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടാത്തൊരവസ്ഥയായി. അങ്ങനെ ഫുള്ളായി, അത്രയും ഫുള്ളായി. ഞാൻ പറഞ്ഞില്ലേ, അത്രയും റഷായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഇത് ശക്തൻ മാർക്കറ്റിലത്തെ ആകാശപാതയാണ് കേട്ടോ. അവിടെ എത്തിയിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. അങ്ങനെ ഞങ്ങൾ ആകാശപാതയിലൊക്കെ ഒന്ന് കയറി. അപ്പോൾ അവിടെ നിന്ന് കയറി നിന്നപ്പോൾ അടിയിൽ ശക്തൻ ടൗണിൽ തന്നെ ഒരു ബോണ്ണത്താലെ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. ക്രിസ്മസിൻ്റെ സമയത്തൊരു ട്രേഡ് ഫെയർ അല്ല, അതുപോലെ ഒരു എക്സിബിഷൻ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ AC ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഇതുവരെ തൃശ്ശൂർക്കാരായിട്ട് ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ല വിചാരിച്ചിട്ട് അങ്ങനെ വന്നപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് അങ്ങനെ കയറിയെന്ന് മാത്രം. പിന്നെ അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹൈലൈറ്റ് മാള് എല്ലാവരും പോവാത്തവരുണ്ടെങ്കിൽ പോവാട്ടെ, നല്ല രസമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.